ചേട്ടാ, 2019 മാർച്ച് 24-നായിരുന്നു കോഴിക്കോട് സ്വദേശി ബിജിലിനെ കാണാതാവുന്നത്. ആ സമയം കൊറോണ ടൈം ആയത് തന്നെ ആ കേസിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായില്ല. വർഷങ്ങൾക്ക് ശേഷം ആ കേസ് പിന്നീട് പൊടിതട്ടിയെടുത്തപ്പോൾ ചില സുപ്രധാനമായ തെളിവുകളാണ് ഇപ്പോൾ പോലീസിന് കിട്ടിയിരിക്കുന്നത്. വിജിലിന് എന്താണ് സംഭവിച്ചത് എന്നൊരു ചോദ്യത്തിന് ഉത്തരവും കൂടിയാണ് പോലീസിൻ്റെ ഈ കണ്ടെത്തൽ. എന്താണ് ശരിക്കും അന്ന് സംഭവിച്ചത്? ഈ വിജിലിൻ്റെ അസ്ഥിഭാഗങ്ങൾ, ഈ മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ കിട്ടുന്നത് സരോവരത്തെ ചതുപ്പിൽ നിന്നാണ്. അപ്പോൾ അത് പോലീസ് ശേഖരിച്ചിട്ട് DNA പരിശോധനയ്ക്ക് അയച്ചു. വിജിലിൻ്റേത് തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ആ റിസൾട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഫോറൻസിക് ലാബിലെ കണ്ണൂർ റീജിയണൽ ഫോറൻസിക് ലാബിലെ പരിശോധനാ ഫലമാണ് എലത്തൂർ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. വിജിലിൻ്റേതാണ് ഈ മൃതദേഹത്തിലെ അസ്ഥി എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടത്. ഈ ശരീരഭാഗങ്ങൾ വിജിലിൻ്റേതാണ്. വിജിലിനെ നേരത്തെ ശില്പ പറഞ്ഞു 2019 മാർച്ച് 24-നാണ് ഈ കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശിയായ വിജിലിനെ കാണാതാകുന്നത്. വിജിലിനെ കാണാതാകുന്ന ആ സമയത്താണ് കോവിഡ് വ്യാപകമാകുന്നു. അപ്പോൾ കോവിഡ് വ്യാപകമാകുന്നു, അതുപോലെ ഈ അന്വേഷണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ മാറി മാറി വരുന്നു. അപ്പോൾ അതുകൊണ്ട് കാര്യമായ അന്വേഷണം, കോവിഡ് നിയന്ത്രണം ഉള്ളതുകൊണ്ട് തന്നെ കാര്യമായ അന്വേഷണം ആ സമയത്തുണ്ടായിരുന്നില്ല. ആ സമയത്ത് ക്രൈം ചെയ്തിട്ടുള്ള പല ആളുകളും അവരെ ക്വാറൻറ്റൈനിലാക്കും. ഇപ്പോൾ 14 ദിവസം റിമാൻഡിൽ പോകേണ്ട ആളുകളൊക്കെ അങ്ങനെ തന്നെ 10-14 ദിവസം ക്വാറൻറ്റൈൻ സുഖമാണ്, അവിടെ പോയി ക്വാറൻറ്റൈനിലായി നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ കുറേ ആളുകൾ അങ്ങനെ ജയിലിൽ കിടത്താൻ, ഇവരെല്ലാം കൊണ്ട് ജയിലിലിടാൻ പറ്റത്തില്ലല്ലോ. ജയിലിലുള്ള കുറേ ആളുകളെ തന്നെ പുറത്ത് വിടുകയും ചെയ്തു. അത് പോട്ടെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോലീസ് ഈ കേസ് പൊടി തട്ടി അന്വേഷിച്ച് തുടങ്ങുന്നത്. മാൻ മിസ്സിംഗ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത കേസാണ്. പൊടി തട്ടി അന്വേഷിച്ച് തുടങ്ങിയപ്പോഴാണ് പോലീസ് ഇദ്ദേഹത്തിൻ്റെ ഈ വിജിലിൻ്റെ സുഹൃത്തുക്കളിലേക്ക് എത്തുന്നത്. 2019 മാർച്ച് 24-ന് രാവിലെയാണ് വിജിൽ വീട്ടിൽ നിന്നിറങ്ങുന്നത്. വിജിൽ അമ്മയോട് പറഞ്ഞത് ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ ഒരു ഫോൺ കോൾ വന്നു. സുഹൃത്തിൻ്റെ ഫോൺ കോൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജിൽ വീട്ടിൽ നിന്നിറങ്ങുന്നത്. അപ്പോൾ അമ്മ ചോദിച്ചു എവിടെ പോവാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു കൂട്ടുകാരൻ്റെ കോൾ വന്നു, അവൻ വിളിക്കുന്നു, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞു. വീട്ടിൽ നിന്ന വേഷത്തിൽ തന്നെയാണ്, സാധാരണ വീട്ടിൽ ധരിക്കുന്ന വേഷം എന്താണോ അത് ധരിച്ചുകൊണ്ടാണ് ബൈക്കിൽ ഈ വിജിൽ പോകുന്നത്. വിജിലിനെ പലതവണ അതിനുശേഷം അമ്മ വിളിച്ചു. അമ്മ വിളിക്കുമ്പോഴെല്ലാം ഉടനെ വരാം എന്നായിരുന്നു മറുപടി. പക്ഷേ രാത്രി ഫോൺ സ്വിച്ച് ഓഫായി, വിളിച്ചിട്ട് കിട്ടുന്നില്ല. അങ്ങനെ ഇവർ തിരക്കി ഇറങ്ങിയപ്പോൾ വിജിലിനെ കാണുന്നില്ല. 3 ദിവസം നോക്കിയിട്ടും വിജിലിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. അങ്ങനെയാണ് പിതാവ് ഈ പരാതിയുമായി എലത്തൂർ പോലീസ് സ്റ്റേഷനിലെത്തുന്നത്. അങ്ങനെ പോലീസ് മാൻ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ കോവിഡ് കാലമായതുകൊണ്ട് കാര്യമായ അന്വേഷണം ഉണ്ടായില്ല. പിന്നീടാണ് അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നത്. അങ്ങനെ പൊടി തട്ടിയെടുത്ത് ഈ കേസ് അന്വേഷിച്ച് തുടങ്ങുന്ന സമയത്താണ് പോലീസ് ഒരു കാര്യം കണ്ടെത്തുന്നത്. അതായത് വിജിലിൻ്റെ അവസാനത്തെ ടവർ ലൊക്കേഷൻ സരോവരമാണ്. സരോവരത്തെ ചതുപ്പുണ്ട്, ആ പ്രദേശത്താണ് ഈ വിജിലിൻ്റെ അവസാനത്തെ ടവർ ലൊക്കേഷൻ. ഇതേ സമയത്ത് തന്നെ ഇപ്പം ഈ അമ്മയുടെ വിവരങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് ഫോൺ കോൾ സുഹൃത്ത് വിളിച്ചതുകൊണ്ടാണ് പുറത്തേക്ക് പോയത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് പോലീസ് ഈ സുഹൃത്തുക്കളുടെ ടവർ ലൊക്കേഷനും കൂടെ നോക്കി. അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ടവർ ലൊക്കേഷൻ പരിശോധിക്കുമ്പോഴാണ് ഈ സുഹൃത്തുക്കളായിട്ടുള്ള നിഖിൽ, രഞ്ജിത്ത്, ദീപേഷ് അവരുടെ ടവർ ലൊക്കേഷനും ഈ സരോവരം തന്നെയാണ്. ഇവരും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് പോലീസ് കണ്ടെത്തുന്നു. തുടർന്ന് അപ്പോൾ ആദ്യം ഇവരെ ചോദ്യം ചെയ്യാൻ പോലീസ് വിളിച്ചിരുന്നു. അപ്പോൾ കാര്യമായ വിവരങ്ങളൊന്നും തുടക്ക സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഈ ടവർ ലൊക്കേഷൻ കണ്ടെത്തിയതോടുകൂടി പോലീസ് ദീപേഷിനെയും നിഖിലിനെയും വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ രണ്ടുപേരും പിടിച്ചു നിൽക്കാൻ പറ്റാതെ സത്യങ്ങൾ വെളിപ്പെടുത്തി. ഈ മാർച്ച് 24-ന് നിഖിലും രഞ്ജിത്തും ദീപേഷിനും ഒപ്പം സരോവരത്തിൽ വിജിലുണ്ടായിരുന്നു, കാണാതായ വിജിലുണ്ടായിരുന്നു. അപ്പോൾ ഇവർ വിളിച്ചിട്ടാണ് ബൈക്കുമെടുത്ത് അമ്മയോട് ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് പോകുന്നത്. നേരെ സരോവരത്തിൽ ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് അവർക്കൊപ്പം ബ്രൗൺ ഷുഗർ ഉപയോഗിച്ചു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. വിജിൽ ബ്രൗൺ ഷുഗർ ഉപയോഗിച്ചു. അപ്പം ഇവരവിടെ കൂടി ലഹരിമരുന്ന് ഉപയോഗിക്കുകയായിരുന്നു. അതിനുശേഷം വിജിലിൻ്റെ കയ്യിൽ ഈ സുഹൃത്തുക്കൾ മയക്കുമരുന്ന് കുത്തിവെച്ച് കഴിഞ്ഞപ്പോൾ വിജിൽ കുഴഞ്ഞു വീണു അവിടെ കിടക്കുകയാണ്. അപ്പോൾ കുഴഞ്ഞു വീണ് അവിടെ കിടക്കുന്ന കണ്ടപ്പോൾ ഇവർ വിചാരിച്ചു കുറച്ച് കഴിയുമ്പോൾ ലഹരി വിട്ടു പോകുമ്പോൾ ഇയാൾ എഴുന്നേറ്റ് പോകും, വിജിൽ എഴുന്നേറ്റ് പൊക്കോളും എന്ന് കരുതി ഇയാളെ ഉപേക്ഷിച്ചിട്ട് അവരങ്ങ് പോയി, സുഹൃത്തുക്കൾ പോയി. പിറ്റേ ദിവസം ഇവർ സ്ഥിരമായി ഒത്തുകൂടുന്ന സ്ഥലമാണ്. അങ്ങനെ പിറ്റേ ദിവസം ഇവരെത്തിയപ്പോഴും വിജിൽ അവിടെ കിടക്കുകയാണ്. ചെന്ന് നോക്കിയപ്പോൾ വിജിൽ മരിച്ചു കിടക്കുന്നു, അനക്കമില്ല.
അപ്പോൾ ഇത് പുറത്തെറിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമാവും, പിന്നെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. അങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഇയാളെ അവിടെ കുഴിച്ചു മൂടാം എന്നിവരൊരു തീരുമാനം എടുക്കുന്നു. അങ്ങനെ ഈ മൃതദേഹം വലിച്ചിഴച്ച് ഈ ചതുപ്പിലൂടെ വലിച്ചിഴച്ച് ചവിട്ടി താഴ്ത്തി. ചതുപ്പാണല്ലോ, അപ്പം ചതുപ്പിലേക്ക് ചവിട്ടി താഴ്ത്തിയാൽ അവിടെ ഒരു വീട് പൊളിച്ചതിൻ്റെ അവശിഷ്ടങ്ങളുണ്ടായിരുന്നു. അതിനകത്തുനിന്ന് കല്ലുകളൊക്കെ എടുത്തുകൊണ്ട് വന്നു ശരീരത്തിൽ കെട്ടി. എന്നുവെച്ചാൽ ഈ മൃതദേഹം പൊങ്ങാതിരിക്കാൻ, ഉയർന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടി. അതിനുശേഷം വിജിൽ നാട് വിട്ടു എന്ന് വരുത്തി തീർക്കാം. കാരണം വിജിലിനെ ചതുപ്പിൽ ചവിട്ടി താഴ്ത്തിയിരിക്കുകയാണ്. നാട് വിട്ടു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് വിജിലിൻ്റെ ബൈക്കുണ്ട്. ഈ ബൈക്ക് കല്ലായി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഉപേക്ഷിച്ചു. ഈ ബൈക്ക് പിന്നീട് കണ്ടെത്തി. അന്വേഷണം തുടങ്ങിയ സമയത്ത് വിജിലിൻ്റെ ബൈക്ക് കല്ലായി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. അതിനുശേഷമാണ് ഈ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത്. അത് വളരെ പ്രയാസകരമായൊരു ദൗത്യമായിരുന്നു. കാരണം അത്രയും ചതുപ്പാണ്. 50 മീറ്റർ എന്ന് നമ്മൾ പറയുമ്പോൾ ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത വെച്ചിട്ട് ഇത് കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. അത് മാത്രമല്ല, ഇവർ ഈ ബൈക്ക് ഉപേക്ഷിച്ചതിന് ശേഷം ഒരു 8 മാസം കഴിഞ്ഞിട്ട് ഈ വിജിലിനെ കുഴിച്ചു മൂടിയ സ്ഥലത്ത് നിന്ന് അസ്ഥികഷ്ണങ്ങൾ ശേഖരിച്ച് വരക്കൽ കടപ്പുറത്ത് നിന്ന് ശേഷക്രിയ ചെയ്തു. അതായത് നമ്മളൊരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ അന്ത്യകർമ്മം എങ്ങനെയാണോ ചെയ്യുന്നത്, ആത്മാവിന് മോക്ഷം കിട്ടാൻ വേണ്ടി എന്താണോ ചെയ്യുന്നത് അതും ചെയ്തു. അത്ര നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ എന്തായാലും പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇവരുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ആ ചതുപ്പിൽ നിന്ന് 53 അസ്ഥിഭാഗങ്ങളാണ് കണ്ടെത്തിയത്. അതുപോലെ വസ്ത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ, ഈ കെട്ടിത്താഴ്ത്തിയ കല്ല്, അതുപോലെ കയറ്, ഇതെല്ലാം കണ്ടെത്തി. അപ്പോൾ സുപ്രധാനമായ, അതായത് ഇത് വിജിൽ തന്നെയാണ് അവിടെ മരിച്ചത് എന്നുള്ളതിൻ്റെ സുപ്രധാനമായ DNA പരിശോധനാ ഫലം വന്നിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഈ കേസിൻ്റെ നാൾ വഴി. ശരി.